എല്ലാവർക്കും ഐടിയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് റിക്രൂട്ട്മെന്റ് 2024 കുറിച്ചാണ്. അപ്ലൈ ഓൺലൈൻ ഫോർ 50 ജനറൽ വർക്കർ പോസ്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. Cochin Shipyard Limited (CSL) has released the job notification regarding filling of general worker job vacancy. The government organization invite online application from the eligible candidates 7th qualification. Thus, 15 general worker posts are Kochi, Kerala. The eligible candidates can apply for the post through online. നമുക്ക് ഹൈലൈറ്റ്സിലേക്ക് പോകാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ജനറൽ വർക്കർ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് വർക്ക് 15 വേക്കൻസിയാണുള്ളത്. ലൊക്കേഷൻ വരുന്നത് കൊച്ചി കേരളയാണ് വരുന്നത്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ മെയ് 15th ആണ് പറയുന്നത്. അതുപോലെ വേക്കൻസി ഡീറ്റെയിൽസ് പറയുന്നത് UR 7, OBC 7, EWS 1 അങ്ങനെ 15 വേക്കൻസിയാണുള്ളത്. അതുപോലെ ഫസ്റ്റ് ഇയറിലെ സാലറി എന്ന് പറയുന്നത് 20,200 സെക്കൻഡ് ഇയർ ആകുമ്പോൾ 20,800, തേർഡ് ഇയർ ആകുമ്പോൾ 21,500 വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 13 years ആണ് ചോദിക്കുന്നത്. 30 years ആണ് പറയുന്നത്. 30 വയസ്സ് വരെയുള്ളവർക്കാണ്. SC ST OBC എന്നീ വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കുന്നതാണ്. OBCക്ക് 3 വർഷം വരെ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th പാസ്സാണ്. 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഫ്രം എ ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 2 years വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് ചോദിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 200 രൂപയാണ്. SC ST PWD എക്സ് സർവീസ്മാന് സർവീസ് ഫീ ഇല്ല എന്നാണ് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സ് എന്നാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, റിട്ടേൺ ടെസ്റ്റ്, പ്രാക്ടീഷ്യൽ ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരിക. ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ OITയിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതിന്. ഓക്കെ, താങ്ക് യു.